ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെ തള്ളി നടനും അമ്മ വൈസ് പ്രസിഡന്റുമായ ജഗദീഷ്. ഒറ്റപ്പെട്ട സംഭവമെന്ന് ഇതിനെ പറയുന്നത് രക്ഷപ്പെടലാണ്. കോടതി അനുവദിക്കുമെങ്കിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവരണം. അവരുടെ പേര് പുറത്തുവരേണ്ട എന്നാരും പറഞ്ഞിട്ടില്ലെന്നും ജഗദീഷ് പറഞ്ഞു. പ്രതികരിക്കാൻ വൈകിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞാണ് ജഗദീഷ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ അവർക്കെതിരെ അമ്മ നടപടിയെടുക്കും. WCC ഞങ്ങളുടെ ശത്രുക്കളല്ല. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. അമ്മ പിളർന്നല്ല WCC ഉണ്ടായത്. അവർ രാജിവെച്ചത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണെന്നും ഈ വിഷയത്തിൽ അവർക്കൊപ്പം തന്നെയാണെന്നും ജഗദീഷ് പറഞ്ഞു. മലയാള സിനിമയിൽ ഹൈപവർ കമ്മിറ്റി എന്നൊന്നില്ല. അവസരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പവർ ഗ്രൂപ്പിന് സിനിമയെ നിയന്ത്രിക്കാനാവില്ല. മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള വേട്ടക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ എല്ലാ നടപടിയും എടുക്കും. പരാതി ഒറ്റപ്പെട്ട സംഭവമാണ്, തള്ളിക്കളയാൻ പാടില്ല. ആരോപണം നേരിടുന്നവർ അഗ്നിശുദ്ധി വരുത്തണം. സർക്കാരിന്റെ കോൺക്ലേവിനെ അവിശ്വസിക്കേണ്ടതില്ല. ഒരു കാര്യത്തിൽ പരിഹാരത്തിനായി വിളിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരെ തള്ളിക്കളയാനാവില്ല. സിനിമയിൽ ചൂഷണം ഉണ്ടാകാതെ ഭാവനയിൽ നിന്ന് പരാതികൾ വരില്ല. WCCയുടെ പരാതികളെയും ഇക്കാര്യത്തിൽ പരിഗണിക്കണം. അവരുടെ അനുഭവങ്ങളാണല്ലോ പറയുന്നതെന്നും ജഗദീഷ് പറഞ്ഞു. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞിരുന്നു. ഇതിനെയാണ് ജഗദീഷ് തിരുത്തിയത്. ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായി അന്വേഷണം നടത്തണം. അമ്മയ്ക്കോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കോ ചേംബറിനോ ഒഴിഞ്ഞു മാറാനാവില്ല. വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം കൈവരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഹേമ കമ്മിറ്റിയുടെ വിവരം അനുസരിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാവുന്ന കാര്യങ്ങളല്ല ഇതെന്നും ജഗദീഷ് പറഞ്ഞു. നടിമാരുടെ വാതിൽ മുട്ടിയെന്ന് പറയുമ്പോൾ എവിടെ മുട്ടിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇരയുടെ പേരൊഴിവാക്കാം. വേട്ടക്കാരന്റെ പേര് വെട്ടിമാറ്റേണ്ടതില്ല. അതേസമയം റിപ്പോർട്ടിലെ പേജുകൾ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നതിൽ സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു.